ഹായ് ഗായ്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായി സന്തോഷമായിരിക്കുന്നു വിചാരിക്കുന്നു. ഞാൻ ഇന്ന് വന്നത് ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, കാസർഗോഡത്തെ ഫുഡും പാലക്കാടത്തെ ഫുഡൊക്കെ വെറൈറ്റിയാണ്. അതായത് കാസർഗോഡത്തെ ഫുഡല്ല പാലക്കാടുള്ളത്, അതുപോലെ പാലക്കാടത്തെ ഫുഡേ അല്ല കാസർഗോഡും. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് കാസർഗോഡ് നീലേശ്വരത്ത് അമ്മ ചെയ്യുന്ന ഒരു ഫുഡ് ഐറ്റംസുമായിട്ടാണ്. അതിൻ്റെ പേര് പറയുന്നത് റൈസ് ചട്നി. അതായത് നമ്മളെ വീട്ടിലൊക്കെ അരിച്ചട്നി എന്ന് പറയും. അപ്പോൾ അതിനായിട്ട് ബന്ധപ്പെട്ടൊരു കുക്കിംഗ് വീഡിയോ ചെയ്യാനാണ് ഞാൻ ഇന്ന് വന്നത്. അപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും, ഈ അരിച്ചട്നി വെച്ചാൽ എന്താ സംഭവം? നമ്മൾ ഈ തേങ്ങാ ചട്നി, ഉള്ളി ചട്നി, തക്കാളി ചട്നി ഇങ്ങനത്തെ സാധനങ്ങളെ കേട്ടിട്ടില്ലേ? ഈ അരിച്ചട്നി എന്ന് വെച്ചാൽ എന്താ? അരിച്ചട്നി എന്ന് വെച്ചാൽ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു സാധനം അരിച്ചട്നി. അപ്പോൾ എൻ്റെ വളരെ ഫേവറേറ്റ് ആയിട്ടാണ് അത് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന, വേഗത്തിൽ നമുക്കിപ്പോൾ ജോലിക്കൊക്കെ പോകുമ്പോൾ വേഗത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന സാധനമാണ് ഈ റൈസ് ചട്നി പറയുന്നത്. സിമ്പിളായി, കാരണം വേഗത്തിൽ ചെയ്യാൻ പറ്റും. അപ്പം നമുക്ക് ലഞ്ചായിട്ട് കഴിക്കാൻ പറ്റും. ഓഫീസിലൊക്കെ പോകുന്നവർക്ക് ലഞ്ചായിട്ട് എടുക്കാൻ പറ്റും. ഞാനൊക്കെ ഓഫീസിലൊക്കെ പോകുമ്പോൾ അത് ലഞ്ചായിട്ടൊക്കെ എടുക്കാറുണ്ട്. കാരണം വേഗത്തിൽ നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും. നമുക്ക് അതിന് കറി ഉപയോഗിക്കാം, കറി ഇല്ലാതെയും കഴിക്കാം. പക്ഷേ കറി ഇപ്പം തലേ ദിവസം ചിക്കൻ കറിയോ മീൻ കറിയോ എഗ്ഗ് കറിയോ അതൊക്കെ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് നല്ല ടേസ്റ്റിൽ കഴിക്കാൻ പറ്റും. അപ്പം നമുക്ക് അരിച്ചട്നി എങ്ങനെ ഉണ്ടാക്കി നോക്കാം. അപ്പോൾ ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. അതുപോലെ ഞാൻ ഉണ്ടാക്കിയ ഈ ചട്നി നിങ്ങളും അത് വീട്ടിൽ ട്രൈ ചെയ്തിട്ട് എന്തെങ്കിലും ഇഷ്ടപ്പെട്ടില്ലയോ എന്ന് പറഞ്ഞ് കമൻറ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പം നമുക്കത് എങ്ങനെ ഉണ്ടാക്കി നോക്കാം. ഓക്കെ, വാ. ആദ്യമായിട്ട് ഒരു ഗ്ലാസ്സിൽ 1 കപ്പ് അരിയാണ് ഞാൻ എടുത്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കാം. ഞാനിത് കുറച്ചായിട്ട് കാണിക്കാൻ വേണ്ടിയിട്ടാണ് 1 കപ്പായിട്ട് എടുത്തത്. പിന്നെ കുറച്ച് തേങ്ങ, പിന്നെ പട്ട ഗ്രാമ്പു അതെടുക്കാം. പിന്നെ ഞാൻ എടുത്തത് കുറച്ച് എടുത്തിട്ടുള്ളൂ, 1 ഗ്ലാസ് അരി ആയതുകൊണ്ട്. പിന്നെ പച്ചമുളക്, ലേശം കറിവേപ്പില, ഇതൊക്കെയാണ് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ആയിട്ട് വന്നത്. അതാ ഞാൻ പറഞ്ഞ കുറച്ച് മതി, അതായത് കുറച്ച് ഐറ്റംസ് മാത്രമേ ഇതിന് വേണ്ടൂ. റൈസും പിന്നെ ഈ പറഞ്ഞ ഐറ്റംസ് മാത്രം. എന്നിട്ട് ഞാനൊരു കുക്കർ എടുത്തു. ആ കുക്കർ ചൂടാകുമ്പോൾ കുറച്ച് അതിലേക്ക് എണ്ണ ഒഴിക്കുക, പാകത്തിന് എണ്ണ ഒഴിക്കുക. 1 ഗ്ലാസ് അരിക്ക് പാകത്തിനായിട്ടുള്ളൊരു കുറച്ച് എണ്ണ അത് ഒഴിച്ചിട്ട് അതിലേക്ക് നമ്മൾ കുറച്ച് എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് കുറച്ച് കടുക് ഇടാം. അപ്പോൾ കടുക് ചൂടാകുന്ന സമയത്താണ് നമുക്ക് ആവശ്യമില്ല കറിവേപ്പില ഇടണം. പിന്നെ കടുക് പൊട്ടാൻ പോയിട്ടാകുമ്പോൾ ബാക്കിയുള്ള കറിവേപ്പില ഇടാം. കറിവേപ്പിലയും കടുകും ഒന്ന് മിക്സ് ചെയ്യുക, കുറച്ച് മിക്സ് ചെയ്തിട്ട് ചെയ്യുക. ഒന്ന് ചൂടായി കഴിഞ്ഞിട്ട് അതിലേക്ക് ലേശം തേങ്ങ മിക്സ് ചെയ്യുക. ഞാൻ കുറച്ച് തേങ്ങയാണ് എടുത്തത്, അതിലേക്ക് കുറച്ച് തേങ്ങ മിക്സ് ചെയ്യുക. കുറച്ചൊന്ന് ആ തേങ്ങയുടെ ഇത് പാകുന്ന പോലെ ഒന്ന് വഴറ്റുക. പിന്നെ ഞാനെടുത്തത് പട്ട ഗ്രാമ്പു, ബാക്കി അത് ഞാൻ ലേശം എടുത്തു, അതായത് ഒരു 3-4 എണ്ണം മാത്രമേ എടുത്തിട്ടുള്ളൂ. അതൊന്ന് മിക്സ് ചെയ്യുക, പട്ടയും ഗ്രാമ്പും ഒന്ന് മിക്സ് ചെയ്യുക. പിന്നെ ഒരു പച്ചമുളക്, എരിവ് വേണമെങ്കിൽ മാത്രം ഒരു പച്ചമുളക് എടുക്കുക. ഒന്ന് വഴറ്റിയിട്ട് ഒന്ന് ചൂടായതിന് ശേഷം ഇപ്പോൾ ചൂടായിട്ടുണ്ട്. നന്നായിട്ട് വഴറ്റുക. അത് കഴിഞ്ഞിട്ട് എരിവ് വേണമെങ്കിൽ ലേശം കുരുമുളക് പൊടി ഇടാം. എനിക്ക് എരിവ് ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ ലേശം കുരുമുളക് പൊടി ഇട്ടിട്ട് അതും കൂടി ഒന്ന് വഴറ്റിയിട്ടുണ്ട്. നന്നായി വഴറ്റണം. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്ര വേണമെങ്കിൽ എടുക്കാം കേട്ടോ. ഞാൻ ഒരു ഗ്ലാസ് അരി ആയതുകൊണ്ട് മാത്രമാണ് ഇത്ര പോരുന്നത്, കാരണം സിമ്പിളായിട്ട് കാണിച്ചു തരുന്നത് മാത്രമാണ് കേട്ടോ.
വീട്ടിലെ അംഗങ്ങളനുസരിച്ചിട്ട് എടുക്കുക. അത് കഴിഞ്ഞിട്ട് ഞാൻ എന്താക്കിയ ഒരു ഗ്ലാസ്സാണ് ഞാൻ അരി എടുത്തത്. അത് നന്നായി കഴുകിയിട്ടുണ്ട്. ആ കഴുകിയ അരി ഇതിലേക്ക് മിക്സ് ആക്കുന്നത്. അപ്പോൾ ഒരു ഗ്ലാസ് അരിക്ക് ഞാൻ 2 ഗ്ലാസ് വെള്ളമാണ് കുക്കറിലേക്ക് ഒഴിക്കുന്നത്. ഒരു ഗ്ലാസ് വെള്ളം ഞാൻ നേരത്തെ അതിൽ ഒഴിച്ചിട്ടുണ്ട്. ഒരു ഗ്ലാസും കൂടി ഞാൻ മിക്സാക്കി കുറച്ചൊന്ന് നന്നായിട്ട് മിക്സാക്കാം. അത് കഴിഞ്ഞിട്ട് ആവശ്യമുള്ള ഉപ്പ് നോക്കിയിട്ടിടണം. കൂടാൻ പാടില്ല. കറക്റ്റായിട്ടുള്ള ഉപ്പാണ് നോക്കിയിട്ടിടേണ്ടത്. ഇളക്കിയിട്ടൊന്ന് നോക്കിയിട്ട് കറക്റ്റായിട്ടുള്ള ഉപ്പൊന്ന് മിക്സാക്കിയിട്ട് ഇടാം. പിന്നെ ഞാൻ നേരത്തെ ബാക്കിയുള്ള കുറച്ച് തേങ്ങ ഞാൻ മിക്സാക്കിയിട്ട് ഇടുന്നുണ്ട്. തേങ്ങ ലാസ്റ്റ് ഒന്ന് ഇടുന്നത് നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ ബാക്കി ഞാൻ ഇവിടെ മല്ലിയില ഉണ്ടെങ്കിൽ അത് ഇട്ടു. കാരണം ഒരു മണത്തിനും ഒരു ടേസ്റ്റ് വ്യത്യാസം വരുന്ന, അതായത് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. ഞാൻ മല്ലിയില ഇട്ടിട്ട് ഒന്ന് ഇളക്കി വെച്ചു. 2 ഗ്ലാസ് വെള്ളമാണ് ഉപയോഗിച്ചത്. ഞാൻ കുക്കർ അടച്ച് വെച്ചു. നമുക്ക് കുക്കർ അടച്ച് വെച്ചിട്ട് നമുക്ക് 3 വീസിലാണ് വേണ്ടത്. 3 വീസിൽ അടിച്ചിട്ട് നമുക്കത് ഓഫാക്കി വെക്കണം. 3 വീസിലടിച്ചിട്ട് ഓഫാക്കി വെക്കാം. ശരി, ഞാനിത് ഓപ്പൺ ആക്കാൻ നോക്കാം നമുക്ക് എങ്ങനെയുണ്ട് നോക്കാം. യെസ്, ഇതാ റൈസ് ചട്നി, അതായത് അരി ചട്നി റെഡി ആയിട്ടുണ്ട്. സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. കാരണം നമുക്ക് ഓഫീസിൽ പോകുമ്പോഴൊക്കെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒന്നാണ്. കറി ഉണ്ടെങ്കിൽ മതി, ഇല്ലെങ്കിൽ കറി കൂട്ടി കഴിക്കാം. അപ്പോൾ ഇതിൽ റെഡി ആയിട്ടുണ്ട്. ഒക്കെ നിങ്ങൾ നോക്കിയിട്ട് ചെയ്യുക. നല്ലൊരു ഐറ്റമാണ്. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഉണ്ടാക്കാനും ലഞ്ചായിട്ട് ഉണ്ടാക്കാനൊക്കെ നല്ലൊരു ഐറ്റമാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ.